ഹലോ. അപ്പോൾ ഇത്തവണത്തെ ഞങ്ങളുടെ ഒരു വിഷു വ്ളോഗാണിത്. അപ്പം ഇവിടെ പ്രത്യേകിച്ച് നമുക്ക് പടക്കങ്ങളൊന്നും കിട്ടത്തില്ല കാനഡയിൽ. ആകെ ഈ ഒരു കമ്പിത്തിരിയാണ് കിട്ടുന്നത്. അതും ഈ ഒരു ഡോളർ സ്റ്റോറിലൊക്കെ നമുക്ക് കമ്പിത്തിരിയൊക്കെ കിട്ടും. ഈ ഒരു ബർത്ത്ഡേ ടൈമൊക്കെ സെലിബ്രേറ്റ് ചെയ്യാൻ ഇവർ യൂസ് ചെയ്യുന്നതൊക്കെയാണ്. എന്നാൽ കമ്പിത്തിരിയെങ്കിൽ കമ്പിത്തിരി എന്ന് വെച്ചിട്ട് ഒരു കമ്പിത്തിരി അങ്ങ് വിഷുവിൻ്റെ തലേ ദിവസം രാത്രി അങ്ങ് ഇരുന്ന് കത്തിക്കാമെന്ന് വിചാരിച്ചു. നാട്ടിലാണെങ്കിൽ ഒരുപാട് പടക്കങ്ങളൊക്കെ പൊട്ടിക്കുന്ന സ്റ്റാറ്റസ് എല്ലാവരും ഇടുന്നത് കാണുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ഒരു സങ്കടം തീർക്കാൻ ഇങ്ങനെ അങ്ങ് ചെയ്ത് ഞങ്ങളങ്ങ് ഒരു വിഷുവിൻ്റെ ഒരു ആംബിയൻസ് അങ്ങ് ഉണ്ടാക്കി. അപ്പോൾ ഒരു കമ്പിത്തിരിയൊക്കെ കത്തിച്ച് കഴിഞ്ഞിട്ട് ഞാൻ നേരെ എൻ്റെ പരിപാടിയിലേക്ക് തുടങ്ങി. ഈ വിഷുക്കണി ഒരുക്കണം. അപ്പോൾ അതിന് വേണ്ടിയുള്ള സാധനങ്ങളൊക്കെ അമ്മ നാട്ടിൽ നിന്ന് ഓൾറെഡി ലിസ്റ്റൊക്കെ മറ്റേ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഇത്ര മണിക്ക് കണിക്ക് മുതിർക്കുക, ഇത്ര മണിക്ക് കണി കാണുക എന്നൊക്കെ അമ്പലത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്നൊരു ഇതുണ്ടാവുമല്ലോ, നോട്ടീസ് വെച്ചിട്ട്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഞാൻ ടൈമിനനുസരിച്ച് എല്ലാം സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടുവന്നതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചു. അപ്പോൾ ആദ്യത്തെ എൻ്റെ പണി പാളി. ഞാൻ താഴെ ഒന്ന് വെക്കാമെന്നാണ് വിചാരിച്ചത്, പക്ഷെ അത് ഏറ്റില്ല, അതിലെല്ലാം കൊള്ളില്ല എന്ന് മനസ്സിലായപ്പോൾ ഞാൻ നൈസായിട്ട് അതൊന്ന് മാറ്റി ഞാൻ ആ ടോപ്പിൽ തന്നെ ഞാൻ വിളക്കത്തിക്കുന്ന അവിടെ തന്നെ അങ്ങ് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പം വെച്ചിട്ട് കിടന്നുറങ്ങി. എന്നാലും എനിക്ക് ടെൻഷനായിരുന്നു ഇടാൻ പറ്റും ആ വെയിറ്റ് താങ്ങുമെന്നുള്ളത്. പക്ഷേ എന്തായാലും അതിന് ദൈവം സഹായിച്ച് ഇന്ന് കുഴപ്പമൊന്നും ഉണ്ടായില്ല. പിന്നെ ഞാൻ എണീച്ച് വന്നു, ഞാൻ കത്തിച്ച് വിളക്കൊക്കെ കത്തിച്ച് കണി കണ്ടതിന് ശേഷം അർജുനെ വിളിച്ചുകൊണ്ടെന്ന് കണിയൊക്കെ കാണിച്ച്. അപ്പോൾ ഇതായിരുന്നു ഞാൻ വെച്ച കണി ഇത്തവണത്തെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വീണ്ടും അർജ് കിടന്നുറങ്ങി. ഞാനിങ്ങനെ അവിടെ ഇരുന്ന് കുറച്ച് സമയം പാട്ടൊക്കെ വെച്ച് അങ്ങനെ ഇരുന്ന് പിന്നെ വീട്ടിൽ ഇങ്ങനെ ഫോട്ടോ എല്ലാവർക്കും അയച്ചു കൊടുത്ത് എല്ലാവർക്കും വിഷുവൊക്കെ മെസ്സേജൊക്കെ അയച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ കുറച്ച് കഴിഞ്ഞപ്പോൾ റെഡിയായി നേരെ ഇവിടുത്തെ ഗുരുവായൂരപ്പൻ ടെമ്പിളിൽ പോയി. പക്ഷേ അപ്പോഴാണ് അറിഞ്ഞത് കുറച്ച് ഗുരുവായൂരപ്പൻ ടെമ്പിളിൽ അതിൻ്റെ തലേ ദിവസമായിരുന്നു. എനിക്കൊന്ന് ഈ ഒരു കാനഡ അമേരിക്ക ആ ഒരു ഏരിയയിൽ ഒരു സ്ഥലങ്ങളിലൊക്കെ ഏപ്രിൽ 14-നായിരുന്നു എന്തോ ടൈം വ്യത്യാസത്തിലുണ്ടായത്. പക്ഷെ ഞങ്ങൾ നാട്ടിലെ ടൈം വെച്ചിട്ട് തന്നെ ആഘോഷിച്ച്. അപ്പോൾ 15-ാം തീയതി ഞങ്ങൾ പോയി. അപ്പോൾ അവിടെ വെച്ച കണിയൊക്കെ കണ്ടു. അതിന് ശേഷം അമ്പലത്തിലൊക്കെ പോയി. അതൊക്കെ കഴിഞ്ഞിട്ട് വരുന്ന വഴിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഫുഡ് രാവിലെ എന്താണെന്നുള്ളൊരു പ്ലാൻ ഇല്ലാത്തതുകൊണ്ട് നേരെ ശരവണ ഭവനിൽ കയറി നല്ലൊരു മസാല ദോശ അങ്ങ് കഴിച്ചു. ഒരു സുഖം. അമ്പലത്തിലൊക്കെ പോയി വന്ന് മസാല ദോശ കഴിച്ച് വെച്ചപ്പോൾ ഒരു സമാധാനം കിട്ടി. പിന്നെ വീട്ടിൽ വന്നു, ഒരു റെസ്റ്റൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വൈകുന്നേരം കൂടാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ ശേഷം ഫ്രണ്ട്സിൻ്റെ കൂടെ അങ്ങ് കൂടാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാനും അനുവും കൂടി ഫുഡ് ഉണ്ടാക്കുന്നത് ഏറ്റെടുത്തു. ഞാൻ ഓൾറെഡി വീട്ടിൽ നിന്ന് പായസമൊക്കെ ഉണ്ടാക്കിയിട്ടാണ് വന്നത്. പിന്നെ ഞങ്ങളൊരു മിനി സദ്യ തന്നെ അങ്ങോട്ട് സെറ്റ് ചെയ്തു. ഞങ്ങൾ യൂനോ കാർഡ്സൊക്കെ കളിച്ചു. പിന്നെ അത് ഞങ്ങളുടെ സദ്യയൊക്കെ റെഡിയായി. ചോറ്, സാമ്പാർ, അച്ചാർ, പച്ചടി, ക്യാബേജ്, പിന്നെ ഒരു ചിക്കൻ ഫ്രൈ, അതൊക്കെയായിരുന്നു ഞങ്ങളുടെ സദ്യ. പിന്നെ അതിൻ്റെ കൂടെ നല്ല പാലട പായസവും ബോളിയും ഒക്കെ ആക്കി. ഞങ്ങളുടെ ഇന്നത്തെ ഇക്കൊല്ലത്തെ വിഷു ആഘോഷമൊക്കെ അത് അടിപൊളിയായിട്ട് കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ട് വിഷു ആഘോഷിച്ചിരിക്കുന്നു. അപ്പം